നമ്മളൊരു കാര്യം നിരന്തരമായിട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് റിയാലിറ്റിയിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഇത് വെറുതെ പറയുന്ന കാര്യമല്ല, അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പവറാണ്. ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം നേടിയെടുത്ത് കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മളതിൽ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ അത് സംഭവിക്കുവാനുള്ള രീതിയിൽ ഒരു ന്യൂറൽ പാത്ത് നമ്മുടെ ബ്രെയിനിൽ രൂപപ്പെടുക തന്നെ ചെയ്യും. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ഉഴുതുമറിച്ചിട്ടിരിക്കുന്ന ഒരു നിലം അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി, അതിലൊരു ഭാഗത്തുകൂടി നിരന്തരമായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഒരു വഴി അവിടെ രൂപപ്പെടും. ഇതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ അവിടെ നമ്മൾ ചിന്തകളാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് അത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ന്യൂറൽ പാത്ത് രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണോ നിരന്തരമായിട്ട് ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. അത് പോസിറ്റീവായിട്ടാണെങ്കിലും ഇനി നെഗറ്റീവായിട്ടാണെങ്കിലും. ഇത് നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ അത് നേടിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിന് വേണ്ടുന്ന ആ എഫേർട്ടൊക്കെ നമ്മൾ എടുക്കുന്നു. പക്ഷേ നമ്മൾ ആകെ ഡിപ്രസ്ഡ് ആയി പോകുന്നു, ടെൻസ്ഡ് ആയി പോകുന്നു, സ്ട്രെസ്ഡ് ആയി പോകുന്നു. പലരും പറയുന്ന കാര്യമാണ്, എക്സാം ഹാളിൽ എത്തിയപ്പോൾ എല്ലാം മറന്നുപോയി, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എല്ലാം മറന്നുപോയി, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്തെല്ലാം കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇതിന് മുൻപേ തന്നെ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, നമ്മളത് വിജയിച്ചു കഴിഞ്ഞു, എനിക്കത് എക്സാം പാസ്സാകാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ വിജയിക്കുവാൻ കഴിഞ്ഞു, ഈ രീതിയിൽ നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള എല്ലാ നടപടികളും നമ്മുടെ മനസ്സ് ഏറ്റെടുത്ത് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് കരുതി നേരെ എക്സാമിന് പോവുക എന്നുള്ളതല്ല, നല്ല രീതിയിൽ തന്നെ നമ്മൾ അതിനു വേണ്ടിയുള്ള എഫേർട്സ് എടുക്കുക. എഫേർട്സ് എടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ മനസ്സിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ നിർദ്ദേശങ്ങളാണ്. അത് സാധ്യമാക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും, അത് റിയാലിറ്റിയിൽ കൊണ്ടുവരുവാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സ് ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്. ഇന്നു മുതലൊന്ന് പരീക്ഷിച്ച് നോക്കൂ.